ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യു എ ആണോ ബെറ്റർ? കാരണം ഞാൻ യു എ നിന്നാണല്ലോ വന്നത്. യു എ ആണോ ബെറ്റർ, കാനഡ ആണോ ബെറ്റർ, അല്ലെങ്കിൽ ഈ രണ്ട് കൺട്രീസ് തമ്മിൽ എനിക്ക് തോന്നുന്ന ഡിഫറൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ യു എയിൽ കുറേ വർഷം ഉണ്ടായിരുന്നു. എന്നാൽ കാനഡയിൽ ഞാൻ ജനുവരി 2024 വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര വലിയ എക്സ്പീരിയൻസോ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് സ്ട്രഗിൾസും അല്ലെങ്കിൽ നമ്മൾ വന്നിട്ടുള്ള നമ്മളുടെ ആ ഒരു ഫീലിങ്സ്, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഒരു കൺട്രീനെ കുറിച്ചും ബാഡ് പറയാനോ അല്ലെങ്കിൽ ഭയങ്കര നല്ല അങ്ങനെ പറയാനോ ഇല്ല. പക്ഷേ യു എ എന്ന് പറയുന്നത് ഒരു അപാര കൺട്രി തന്നെയായിരുന്നു. ഒരു പറയാതിരിക്കാൻ വയ്യ, അമേസിങ് കൺട്രി തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാ കൺട്രീസിലും ഉണ്ടാവും. പക്ഷെ എന്നാലും ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് യു എ വാസ് വെരി ഗുഡ്. പിന്നെ നമ്മൾ എന്തിന് കാനഡയിൽ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കണം, ആ ഒരു ആഗ്രഹത്തിനാണ് ഞാൻ വന്നത്. കാരണം ഞാൻ എടുത്തത് മോണ്ടിസോറി കോഴ്സാണ്. അപ്പോൾ അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മുതൽ എനിക്കൊരിതായിരുന്നു. കാരണം ഞാൻ യു എയിൽ ഇന്ത്യൻ സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു O ലെവൽ സ്കൂൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്കൂളോ അമേരിക്കൻ സ്കൂൾസിലോട്ട് നമുക്ക് കയറണമെങ്കിൽ ശരിക്കും നമ്മൾ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സാലറി ഇവിടെ നിന്ന് ശരിക്കും ഒരു കയറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ശരിക്കും പഠിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ പഠിച്ചിട്ട് തിരിച്ച് യു എ പോകണം എന്നൊരു ഇൻറ്റൻഷൻ ഒന്നും എനിക്കില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഹാപ്പിയാണ് കാനഡയിൽ. പക്ഷെ വന്ന ടൈമിൽ വളരെ നല്ലോണം നമ്മൾ സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നതിനേക്കാൾ, കാരണം നമ്മൾ ഓൾറെഡി യു എയിൽ നല്ല സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു പറിച്ചു നടൽ തന്നെയായിരുന്നു നമ്മൾ കാനഡയിലോട്ട് വന്നത്. കാനഡയിൽ നല്ല സിറ്റി പ്രോവിൻസ് അങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾ വന്ന ഒരു റൂറൽ ഏരിയ ആണ് കേട്ടോ, ഫോർട്ട് മെക്മറയിൽ, ആൽബർട്ടയിൽ ഫോർട്ട് മെക്മറയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ വലിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം കാറില്ല. പിന്നെ കുട്ടീനെയും കൊണ്ട് ബസ് കയറി അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഇതൊക്കെ അറിയാം, ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ ചില ആൾക്കാർ ഞാൻ ട്രാപ്ഡായി, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണെങ്കിൽ എനിക്ക് കാനഡയിൽ വന്ന് ട്രാപ്ഡ് എന്നൊന്നും എനിക്ക് തോന്നണില്ല. കാരണം ഒരുപാട് ഇതിൽ നിന്നും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജോലി പോലും ഇല്ലാതെ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ബ്ലെസ്ഡ് ആണ്, ബിക്കോസ് റെജു ഹാസ് ഗോട്ട് എ നൈസ് ജോബ്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ലാതെ സ്റ്റുഡൻസ് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ 12th കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് ഏറ്റവും വലുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജീവിതത്തിൽ ഒന്നാമത് എക്സ്പീരിയൻസ് ഇല്ല. നമ്മളൊക്കെ ഒരുപാട് വലുതായിട്ട് നമ്മൾ ഒരുപാട് ലൈഫ് കണ്ടും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ 12th കഴിഞ്ഞ പിള്ളേരൊന്ന്, ഇൻക്ലൂഡിങ് മൈ ഡോട്ടർ, ഓക്കെ, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം വന്നത് അവർക്കൊക്കെ അങ്ങനെ റിഗ്രറ്റ് ആയിട്ട് തോന്നും. പക്ഷെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ്, അവളുടെ കോഴ്സ് നല്ലതാണ്. പക്ഷേ ചില കുട്ടികൾ ചുമ്മാ കാനഡയിൽ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞ് കോഴ്സ് എടുത്ത കുട്ടികളുണ്ട്. വന്നിട്ട് എന്ത് ചെയ്യാൻ, വന്നിട്ട് PR കിട്ടത്തില്ല. കാരണം അവർക്ക് പോയിന്റ്സ് വളരെ കുറവായിരിക്കും. അവരുടെ ഏജ് വെച്ച് ഓക്കെയാണ്, പക്ഷേ പോയിന്റ്സ് ഡിഗ്രി ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പോയിന്റ്സ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു അടി തന്നെയായിരിക്കും. തിരിച്ചു പോകാൻ പല രീതിയിൽ അവർക്ക് തോന്നും. പക്ഷേ രക്ഷയില്ല. പൈസ സ്പെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ച് തീർത്തിട്ടേ പോകാനും പറ്റത്തുള്ളൂ. ഇനി യു എയുടെ കാര്യം പറയുകയാണെങ്കിൽ, യു എയിലാണെങ്കിൽ നമുക്ക് എല്ലാം ഭയങ്കര ഈസിലി ആക്സസിബിൾ ആയിരുന്നു. എല്ലാം ഭയങ്കര നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനും ഒക്കെ പറ്റും. ഇവിടെയും പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു പ്രോസസ്സ് നമ്മളിനി ആദ്യമായിട്ട് വന്നുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് യു എയിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫുഡായിരിക്കും. ഇപ്പം നമ്മൾ യു എയിലാണെങ്കിൽ നൈറ്റ് ലൈഫാണ്, മനസ്സിലായോ? നമ്മൾ ഏത് രാത്രി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്താലും അവർ കൊണ്ടുതരും. അതൊക്കെയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഒരു 8-9 മണിയാകുമ്പോൾ എല്ലാം കൂടെ അടച്ച് പൂട്ടി അങ്ങ് പോകും കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഈ ഫോർട്ട് മെക്മറയിലായോണ്ടാണോ ഈ പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങോട്ടൊക്കെ ടൊറന്റോയിലും ഒക്കെ ഇങ്ങനെ നൈറ്റ് ലൈഫ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു 9-10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം അടച്ച് വീട്ടിൽ കയറും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യു എയിൽ അങ്ങനെയല്ല. യു എയിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതേ നൈറ്റാണ്. അത് ഭയങ്കര ഒരു രസമാണ്. നമുക്ക് ഒരു 9:30-10 മണിയാകുമ്പോൾ പാല് വാങ്ങില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വരാം. അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മുടെ
കേരളത്തിലെ ഉള്ള മസാല പൗഡേഴ്സും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കുറവാണ്. ഇവിടെ കൂടുതൽ പഞ്ചാബീസാണ്. അപ്പോൾ അവരുടെ ഐറ്റംസ് ഒക്കെ മിക്ക സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ ഐറ്റംസ് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എഡ്മണ്ടണിൽ നിന്നും അല്ലെങ്കിൽ ടൊറൻറ്റോന്നോ ഒക്കെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും പറഞ്ഞെങ്കിൽ അവർ അയച്ചു തന്ന അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പം നമുക്ക് മട്ട റൈസ് കഴിക്കണം. ഇവിടെ അങ്ങ് മട്ട റൈസ് ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങൾ ബോയിൽഡ് റൈസ് റൈസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ എഡ്മണ്ടണിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ അവർ പാഴ്സൽ ചെയ്ത് അയക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. നമ്മളെ മാവരയ്ക്കണമെങ്കിൽ ഇഡ്ഡലി റൈസ് അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും കിട്ടാറില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പിന്നെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് യു എയിൽ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലുലുവിൽ പോകേണ്ട കാര്യമേ ഉള്ളൂ. നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയില്ല യു എയിൽ പോകുമ്പോൾ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യു എയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നാട്ടിൽ പോകാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാം. പക്ഷേ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് നാട്ടിൽ പോകണമെങ്കിൽ അത് നടക്കില്ല. അത് നമ്മൾ ഒരുപാട് പൈസയാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഞാൻ വീണ്ടും ഞാൻ പറയുന്നു, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ ഫുഡ്, പിന്നെ ഇവിടെ ഒരു ഇന്ത്യൻ സ്പൈസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് മാത്രം കുറച്ച്, അതും നോർത്ത് ഇന്ത്യൻ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കേരള സ്റ്റൈലിലെ ഫുഡ് കഴിക്കാൻ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യും. പക്ഷെ അതൊന്നും രക്ഷയില്ല ഇവിടെ ഞാൻ പറയുന്നത് ഫോർട്ട് മെക്മറയിലാണ്. എഡ്മണ്ടൺ കാൽഗറി ആൽബർട്ടയിൽ എഡ്മണ്ടൺ കാൽഗറിയിലൊക്കെ അവർക്ക് എല്ലാം കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊരു റൂറൽ ഏരിയ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങനെ കിട്ടാറില്ല. ചോയ്സസ് വളരെ കുറവാണ്. പിന്നെ ഹോസ്പിറ്റൽ കേസസ് ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ നെയ്ബേഴ്സിനൊക്കെ വരുമ്പോൾ അവർക്ക് എമർജൻസിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഡിഫറെൻറ്റ് പ്രൊവിൻസസിലെ കാര്യമാണോ ഈ ആൾക്കാർ ഈ ഹോസ്പിറ്റൽ കേസസ് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. യു എയിലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പക്ഷേ ഇതുപോലെ 4, 5, 8 മണിക്കൂറൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. യു എയിലൊക്കെ പെട്ടെന്ന് നമുക്ക് എമർജൻസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് യു എയുടെ ഇത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അതുപോലെ പെട്ടെന്ന് നമുക്ക് ഡോക്ടേഴ്സിനെ കാണാനും ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ. ഇവിടെ അതില്ലാതെ എന്താണെന്ന് ഇവിടെ ഡോക്ടേഴ്സ് ഇല്ലേ, അതെന്താണെന്ന് പിന്നെ പല ആൾക്കാരോട് ചോദിച്ചു, ആർക്കും അത് അറിയില്ല. ഇനി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അറിയണം അതെന്താണ് സംഭവം എന്നുള്ളത്. ഹോസ്പിറ്റൽ കേസസ് വരാതിരുന്നാൽ അത്രയും നല്ലത്. പിന്നെ നമ്മളൊക്കെ വളർന്ന സാഹചര്യം, അതായത് നമ്മൾ നാട്ടിലായാലും നമ്മൾ പനിയോ ചുമയോ, ഇവൻ യു എയിലായിരുന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. പനിയോ ചുമയോ ചെറിയ ജലദോഷം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് അങ്ങനെ ഡോക്ടറിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് സമാധാനം വരും. പക്ഷേ ഇവിടെയാണെങ്കിൽ അവർക്ക് അങ്ങനെയില്ല. പനി വന്ന് ശരിക്കും വയറുവേദന വന്നാലും പനി വന്നാലും ഡോക്ടേഴ്സിനും ഒരു മൈൻഡില്ല. കാരണം ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഇതൊക്കെ അങ്ങ് പോവും എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മുടെ അവിടെ ആണെങ്കിൽ കുട്ടി ചെറുതായിട്ടൊന്ന് ചുമച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മെഡിസിൻസ് കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ യൂസ്ഡ് അല്ല. ഇനി അതുകൊണ്ടാണോ നമുക്ക് ഈ ഒരു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതെന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ തൊട്ടേനെ പിടിച്ചതിനൊന്നും മെഡിസിൻസ് അവർ പ്രിസ്ക്രൈബും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇവിടെ ആൻറ്റിബയോട്ടിക്സിന് ശരിക്കും പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഫാർമസി പോയി വാങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. എനിക്ക് നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അബുദാബിയിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് തരത്തുള്ളൂ. നാട്ടിൽ എനിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്സ്. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അങ്ങനെ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഡോക്ടേഴ്സിൻ്റെ ഈ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സിനെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്തത്? പക്ഷേ വാക്ക്-ഇൻ ക്ലിനിക്സ് ഉണ്ട്. വാക്ക്-ഇൻ ക്ലിനിക്സിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഏരിയയിൽ കുറച്ച് ആൾക്കാർ കുറവായതുകൊണ്ടാണോ ഇനി ഇവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. മറ്റ് പ്രൊവിൻസൊക്കെ വലുതായതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും വെയിറ്റിംഗ് പീരീഡ് അതുകൊണ്ടാണോ കൂടുന്നതെന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ യു എയിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയെന്ന് വെച്ചോ, യു എയിലായാലും ഇന്ത്യയിലായാലും ഞാനത് പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി നമ്മുടെ കൂടെ നമ്മൾ ആൾക്കാർ വന്ന് ചോദിക്കില്ല എന്താണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ പ്രിഫറൻസസ് നമ്മൾ പറയുമ്പോൾ അവർ ഉടനെ തന്നെ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ലീഡ് ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, റെജു ഹസ്ബൻഡ് ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ചോദിച്ചു, ഇവിടെ could you please tell me where is the shampoo section, ആ ഒരു ഹെയർ കെയർ സെക്ഷൻ ചോദിച്ചു. ഇറ്റ്സ് റൈറ്റ് there ഇത്രയേ ഉള്ളൂ. റൈറ്റ് ദെയർ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക. എങ്ങോട്ടാണ് ആ റൈറ്റ് ദെയർ, അവിടെയാണോ ഇവിടെയാണോ ഒന്നും പറഞ്ഞു തരും. ആ ലേഡി അവിടെ തന്നെ ഇരുന്ന് അവരുടെ പണിയും ചെയ്തിട്ട് ഇങ്ങനെ പറയുള്ളൂ, ആരും ഹെൽപ്പ് ചെയ്യില്ല. പക്ഷേ അതേസമയം നമ്മൾ യു എയിലാണെങ്കിൽ അവർ ശരിക്കും കൊണ്ടുപോയി കാണിച്ചു തരാം. അല്ലെങ്കിൽ ചില ആൾക്കാർ ചിലപ്പോൾ നമുക്ക് സെക്ഷനൊക്കെ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മൾ വന്ന ഇടയ്ക്ക് ഭയങ്കര വിൻ്ററൊക്കെ ആയിരുന്നല്ലോ, ഈ തണുത്ത് വരച്ചാണ് നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചോദിക്കുന്നത്. പക്ഷെ ആരും അങ്ങനെ ഒരു ഹെൽപ്പിംഗ് ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല.
പിന്നെ നമ്മൾ യു എയിലാണെങ്കിൽ അവർ നമ്മൾ ആ കറക്റ്റ് സെക്ഷനിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. നമുക്കത് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് തോന്നും, എല്ലാം നമുക്ക് പെട്ടെന്ന് കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നാറില്ല. അതൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. യു എയിൽ നമുക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റും, നമ്മൾ സാലറി, നമുക്ക് ഫുൾ സാലറി കിട്ടും, ഒരു ടാക്സ് ഒന്നും ഇല്ലാതെ. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ താഴെ ഇനി കമന്റ്സിൽ ഇങ്ങനെ എഴുതണ്ടാവും, അപ്പം എന്താണ് ഇതറിയാതെയാണോ വന്നത്, അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. മെയിൻ എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പഠിക്കണം, പഠിച്ച് മറ്റേ ആ സർട്ടിഫിക്കറ്റ് എടുക്കണം, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്ററിൻ്റെ ലെവൽ 3 സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഫോക്കസ് ചെയ്താണ് മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തില്ല, കാരണം നൈനും ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് കാരണം എനിക്ക് ജോലിക്കൊന്നും ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഒരു മെയ് ആയിരുന്നപ്പോൾ എനിക്ക് ജോബ് കിട്ടി. ഒരുപാട് ആൾക്കാർ ജോബിന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പം കുറച്ച് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ശരിക്കും ചിന്തിക്കാവുള്ളൂ, നല്ലോണം റിസർച്ച് ചെയ്തിട്ടേ വരാവൂ. ആൽബർട്ടയിൽ വരണമെങ്കിൽ നല്ല സിറ്റീസ് നോക്കി പോവുക. പക്ഷേ റൂറൽ ഏരിയയിൽ വരികയാണെങ്കിൽ റൂറൽ സ്ട്രീംസ് ഉണ്ടാവും നമുക്ക് PR എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ റൂറൽ ഏരിയ നല്ലതാണ്. പക്ഷേ ജോബ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ ടൗൺ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. യു എയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും മിസ് ചെയ്യുന്നു, കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ പറ്റാത്തതിന് മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു കാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകാത്തതുകൊണ്ടായിരിക്കും. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് വ്ളോഗ്സിലൊന്നും എനിക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റും. ഞാനീ പോകുന്നു ഫ്രഷ്കോ, സൂപ്പർ സ്റ്റോർ, വാൾമാർട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന വ്ളോഗ്സ് എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വണ്ടിയൊക്കെ എടുത്തിട്ട് വേണം ശരിക്കും നമ്മൾ അങ്ങനെയുള്ള വ്ളോഗ്സൊക്കെ ഇടാനും ഒക്കെ ഉള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ മെയിൻ ഇതെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ യു എ ബെറ്റർ ആണോ എന്ന് വെച്ചാൽ ബെറ്റർ ആണ്. കാനഡ ബെറ്റർ അല്ലേന്ന് വെച്ചാൽ ബെറ്റർ അത് പറയാറായിട്ടില്ല, കാരണം ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ. മേ ബി എനിക്കൊരു ഫുൾ ടൈം ജോബും കിട്ടി, ഞങ്ങൾക്ക് കാറും ഒക്കെ ആയിക്കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ ഒരു മനുഷ്യരും ഒരു കാലത്തും ഫുൾ ഹാപ്പി ആയിട്ട് ഉള്ള ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. എന്തെങ്കിലും നമുക്കൊരു ഡ്രോബാക്ക് ഉണ്ട്. ഇപ്പം നൗ ലൈക്ക് വി ആർ വെരി ഹാപ്പി ഹിയർ. ഓൺലി തിങ് നമുക്ക് വണ്ടിയില്ല, പിന്നെ ഈ വിൻ്റർ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഞാൻ പറയാണ്, യു എയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ളവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചേസ് യുവർ ഡ്രീംസ്, ഗോ ഫോർ ഇറ്റ് കേട്ടോ. അത് ആരും മടിയൊന്നും വിചാരിക്കേണ്ട. പക്ഷേ നല്ലോണം ബാക്കപ്പ് മണിയൊക്കെ ഉണ്ടായിട്ട്, ഒരു ഫാമിലി ആയിട്ട് വരണമെങ്കിൽ ശരിക്കും ബാക്കപ്പ് മണി ഉണ്ടായിട്ടേ വരാവൂ. അല്ലാതെ നമുക്ക് ആദ്യമേ അങ്ങ് പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ ഉള്ളൊരു ഇത് ഉണ്ട്. പിന്നെ നമ്മൾ ജോബ് ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ എനിക്ക് നമ്മൾ തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ യു എയിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോബ് ഇൻ്റർവ്യൂസിന് പോവുകയാണെന്ന് വെച്ചോ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇന്ത്യയുടെയും യു എയുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അവർ ജോബ് ഇൻ്റർവ്യൂ നമ്മളിങ്ങനെ ഓരോന്ന് ആൻസർ പറയുമ്പം അവരുടെ ഒരു റിയാക്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാവോ നമ്മൾ എടുക്കുമോ, അവർ നമ്മളെടുക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടൂല, നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ എനിക്ക് അനുഭവം കേട്ടോ. ഞാൻ ഒരൊറ്റ ഇൻ്റർവ്യൂവിനെ പോയുള്ളൂ, അതെനിക്ക് കിട്ടാൻ ചെയ്തു. ഹസ്ബൻഡ് ആണെങ്കിൽ അക്കൗണ്ടൻ്റ് ആണ്. അപ്പം ഒരു കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഹസ്ബൻഡ് ഓരോന്ന് റിപ്ലൈ ചെയ്യുമ്പോണ്ടല്ലോ, അവർ വാവ് പെർഫെക്റ്റ് വാവ് ദാറ്റ്സ് റൈറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്ന് എഴുതിയെടുക്കും. നമ്മൾ വിചാരിക്കും കിട്ടിയെന്ന്, അങ്ങനെ വിചാരിക്കും കേട്ടോ, ജോബ് കിട്ടും അങ്ങനെ വിചാരിക്കും. അപ്പം വന്നിട്ട് എനിക്ക് നല്ല പ്രതീക്ഷയാണെന്നൊക്കെ ഇങ്ങനെ പറയും. അടുത്ത ആഴ്ച റിജക്ഷൻ മെയിൽ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തിനിവന്മാരിപ്പോൾ ഇങ്ങനെ കാണിക്കണമെന്നുള്ളത്. അപ്പം അതൊക്കെ എനിക്കൊരു തരം ഫേക്കല്ല, ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്നതായിരിക്കും. പക്ഷെ അതെനിക്ക് അത്ര വലിയ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പറയുന്ന ആൻസർ വാവ് പെർഫെക്റ്റ്, ഇത് ഇവർ സ്ഥിരം വേറൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഇതുപോലെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിൽ കോൾ യു ഇൻ 2 days എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും എന്താണ് വിചാരിക്കുന്നത്, ഇപ്പം കിട്ടും. പക്ഷേ നെക്സ്റ്റ് മൊമെൻറ്റിൽ അത് റിജക്ഷൻ ആണ് വരുന്നത്. അപ്പം നമുക്കത് അങ്ങോട്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലുള്ള ഒരു ഡീലിംഗ് ആയിരുന്നു. പിന്നെ ഇവർ ഈ പെർഫെക്റ്റ് വാവ് എന്ന് പറയുന്നതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കാറില്ല. സത്യം പറഞ്ഞാൽ അതൊന്നും അവരുടെ മനസ്സിൽ നിന്ന് പറയുന്നതല്ല എന്ന് മനസ്സിലായി. അപ്പം അതൊന്നും യു എയിലും ഇന്ത്യയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവർ ഉള്ളതുപോലെ പറയും. അവരുടെ ഒരു ഇവർ ഫേക്ക് ആണോ അല്ലോ എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയായിരിക്കും, നമ്മളിത് യൂസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ യു എയിലൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും, കിട്ടൂല അല്ലെങ്കിൽ കിട്ടും, അങ്ങനെ ഒരു ഇത് അത്രേ ഉള്ളൂ. പിന്നെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വരണം എന്നുള്ളവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടൊക്കെ വരാൻ കേട്ടോ.
പിന്നെ ഇത്രയേ ഉള്ളൂ എനിക്ക് UAEയുടെയും കാനഡയുടെയും. കാരണം കാനഡയിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡിഫറൻസോ കാര്യങ്ങളോ പറയാനായിട്ടില്ല. മേ ബി കുറച്ചുകൂടെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനും പറയാനും ഒക്കെ ഉള്ളത്. പക്ഷേ ഇപ്പം ആസ് എഫ് നൗ UAEയുടേതായ അഡ്വാൻറ്റേജസും എല്ലാം ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഞാൻ ഒന്നും പറയില്ല കേട്ടോ. UAE നല്ലതാണ്. കാനഡയിൽ ഇപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ എനിക്കറിയില്ല, ഈ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഉള്ളൊരു പേടി മാത്രമേ ഇപ്പം മനസ്സിലുള്ളൂ. പിന്നെ ഇവിടെ ടാക്സ് ഒരുപാട് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വരും. ടാക്സിൻ്റെ കാര്യം അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അവിടെ നമുക്ക് ഫുൾ ക്യാഷ്, നമ്മൾ പണിയെടുത്താൽ ഫുൾ ക്യാഷ് നമ്മുടെ കയ്യിൽ വരാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വരില്ല. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഇരുന്നത്. അപ്പം നിങ്ങളുടെ എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറയാൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ ഓക്കെ, നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.